ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഒരു വൈകുന്നേരത്തെ ഒരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിതിൽ ഓവനോ ബീറ്ററോ അതുപോലെ തന്നെ കേക്കിൻ്റെ ഒരു ടൂൾസും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. നമ്മളിതിൽ മിക്സിയിൽ അരയ്ക്കുന്നുമില്ല, ബാറ്റർ ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പലഹാരമാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ ഒരു ടൂൾസും യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്, നമ്മുടെ മക്കൾ സ്കൂളിൽ വരുന്ന സമയത്ത് കൊടുക്കാനും കൂടെ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പാണ് അളവായിട്ട് കാണിക്കുന്നത്. ഈ ഒരു കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പാണ് ബാക്കിയുള്ള അളവ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ആട്ടപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കപ്പ് തന്നെ പഞ്ചസാര അളന്നെടുക്കുക. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം, 1/4 കപ്പ് വേണമെങ്കിൽ അത്ര എടുത്താൽ മതി. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഞ്ചസാര എടുത്താൽ മതി. അപ്പോൾ അതാ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് അത് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ പഞ്ചസാര മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 or 6 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല, അതിൻ്റെ പേര് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 ഗ്രാമ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇത് നന്നായിട്ട് നമുക്ക് ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അത് കണ്ടോ, പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമ്മളിതാ ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേർത്തത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കുക, വെളിച്ചെണ്ണ എടുക്കാതെ ബാക്കി ഏതും എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാം ഓയിലാണെങ്കിൽ അതും എടുക്കുക കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണിനും കൂടി പോവണ്ട. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഓയിൽ ചേർത്തതിൻ്റെ പേരിൽ പൊടി ഇത്തിരി കട്ടായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്യുന്നതിൽ അത് പൊടിഞ്ഞ് പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയും അതുപോലെ തന്നെ ആ പൊടിയും എല്ലാം കൂടെ സെറ്റാവണം കേട്ടോ. അത് സെറ്റാക്കി വെച്ച് നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്ന മുന്നേ ഇതുപോലെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. നമ്മൾ ഓവനിലല്ലല്ലോ ചെയ്യുന്ന, ഗ്യാസിലല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു തട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഗ്ലാസ് നിറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ഉൾഭാഗം എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട കേട്ടോ. 6-7 വർഷമായിട്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നൊരു പാത്രമാണ്. വേറെ ഒന്നിനും ഈ ഒരു പാത്രം എടുക്കാറില്ല കേട്ടോ. 7 വർഷത്തോളം ആവാനായി. നമ്മൾ ചെറിയ ചെറിയ കേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലാണ് ബേക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പാത്രത്തിൻ്റെ ഉൾഭാഗം അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പാലും കൂടെ ചേർത്തിട്ട് ഈ ഒരു ബാറ്ററിനെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ടൈറ്റായിട്ടാണ് തോന്നുന്നത് വെച്ചെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ പൊടിക്കൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി റേഷൻ കടയത്തെ ആട്ടപ്പൊടിയെല്ലാം എടുത്തത്. അപ്പോൾ നിങ്ങൾ ഗോതമ്പ് പൊടിപ്പിച്ചതാണെങ്കിൽ അപ്പോൾ എന്തായാലും ഇത്തിരി വ്യത്യാസം വരികയാണെങ്കിൽ ഇതുപോലെയാണ് ബാറ്റർ വേണ്ടത്. അപ്പോൾ കട്ടി തോന്നുന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിക്ക് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാനുള്ള പാത്രം എടുക്കാം. അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ മക്കൾ സ്കൂൾക്കൊക്കെ കറി കൊണ്ടുപോകുന്ന ഇതുപോലത്തെ കറി പാത്രമോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബൗളുകൾ ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ, അതോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ ഒക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു പേപ്പർ ഗ്ലാസ് ഉള്ളത് എൻ്റെ പേരിൽ ഞാനിത് എടുത്തിട്ടുള്ളതാണ്. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചായപാത്രത്തിൽ ഒന്നിച്ചൊഴിച്ചിട്ട് ചായപാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ എണ്ണ തടവുന്നില്ല, നമ്മൾ ആ ഒരു പേപ്പർ കീറിയിട്ട് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എണ്ണ തടവുന്നില്ല കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രമോ ലഞ്ച് ബോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത്തിരി ഒന്ന് എണ്ണ തടവി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ കോരി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു 1/4 ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി.
ഇത് ഇത്തിരി വലിയ ഗ്ലാസ് ആയതിൻ്റെ പേരിൽ തന്നെ നമുക്ക് കുറച്ചായിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് എനിക്ക് കൂടുതലായി കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഓരോ ഗ്ലാസും ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത്തിരി ചെരിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ വെച്ച ഗ്ലാസ്. അതുകൊണ്ട് പേരിൽ കേക്കിനും ഇത്തിരി ചെരിവൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിൽ നമുക്ക് 20 മിനിറ്റ് വെച്ച് കൊടുക്കുക. പേപ്പർ ഗ്ലാസ് ആയതിൻ്റെ പേരിൽ 20 മിനിറ്റ് മതിയാകും കേട്ടോ. നിങ്ങൾ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഒരു പക്ഷേ 25 മിനിറ്റ് വേണ്ടി വരും. പേപ്പർ ഗ്ലാസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ബേക്കായിട്ട് കിട്ടും, കനം ഇല്ലാത്ത പോലെയല്ലേ. അപ്പോൾ അതിൻ്റെ പേരിലാണ്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ച ഓർമ്മ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കൂടുതലായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ 25 മിനിറ്റ് വെച്ചിട്ടാണ് എടുത്തത്. പക്ഷേ പേപ്പർ ഗ്ലാസ്സിന് 20 മിനിറ്റ് മതിയാകും, നമ്മുടെ കേക്ക് ബേക്കായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നമ്മുടെ കേക്കിന് ഇത്തിരി കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം ഒന്ന് ശ്രദ്ധിച്ച് ഓർമ്മ വെച്ചിട്ട് ഒന്ന് നോക്കുക കേട്ടോ. സ്റ്റീൽ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 25 മിനിറ്റ് കറക്റ്റായിട്ട് തന്നെ എടുത്ത് നോക്കണേ. അതുപോലെ തന്നെ ആ സമയം നമുക്കൊന്ന് ഇതുപോലെ ഒരു സ്ക്വയർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക, കത്തി വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി. നമ്മൾ ആ കുത്തി നോക്കുന്നതിൽ പറ്റി പിടിച്ചിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട് അതിനർത്ഥം കേട്ടോ. പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2-3 മിനിറ്റ് ഒന്നും കൂടെ വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇത് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇത് പുറത്തെടുത്ത ഉടനെ തന്നെ നിങ്ങൾ ആ ഒരു കപ്പിൽ നിന്ന് ഒഴിവാക്കരുത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്തത് ഇപ്പം തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളതിൻ്റെ പേരിൽ ഞാനിത് ചൂടോടെയാണ് എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് പൊട്ടി പോവാനും അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ്സിൽ പറ്റി പിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചൂടാറാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെ കാണിച്ചു തരുവാണേ. അപ്പോൾ ഈ ഒരെണ്ണം നമുക്കൊന്ന് കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്നാൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് വിടിയിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് ഒന്ന് കീറിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലാണെങ്കിൽ ഒന്ന് ചൂടാറിയ ശേഷം തന്നെ അത് തട്ടി കൊടുത്താൽ തന്നെ ഇങ്ങോട്ട് കയ്യിലേക്ക് പോരും കേട്ടോ. അപ്പോൾ കണ്ടോ, അപ്പോൾ നല്ല ചൂട് എന്നിട്ട് അടിഭാഗമൊക്കെ പിടിക്കുമ്പോൾ നല്ല ചൂടാണേ. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ മുട്ടയെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റാണ്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്കിതിങ്ങനെ പ്രസ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുന്നില്ല കേട്ടോ, കൈ പൊള്ളുന്നുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു കേക്ക് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് തരണം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണേ. അപ്പോൾ അത് ഈ ഒരു ഗ്ലാസ് ഒരു ഇത്തിരിയും കൂടെ ഒന്ന് ചൂട് വിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇത് ഇതും കൂടെ ഒന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് എടുക്കുന്ന സമയത്ത് ചൂടാറിയിട്ട് തന്നെ എടുത്താൽ മതിയേ. ഇപ്പോൾ കണ്ടല്ലേ, നമുക്ക് പേപ്പർ ഗ്ലാസ്സിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് മതിയാകും കേട്ടോ. ഞാൻ 25 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കേക്ക് ഇത്തിരി ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് നല്ലപോലെ തന്നെ വിട്ട് പോരും കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. മക്കൾ സ്കൂളിൽ വരുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ. അവർ ബേക്കറി ഒക്കെ കഴിക്കുന്നത് ഒഴിവാക്കും. അവർക്ക് അത്തിരി ഇഷ്ടമാവും കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക്. ഇതിന് മുട്ടയൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.